അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നതും വിശദീകരിക്കുന്നതും സൂറത്തു അൻ-നസ്ർ ആണ്. നസ്ർ എന്നുള്ളതിൻ്റെ അർത്ഥം സഹായമെന്നാണ്. ഈ അദ്ധ്യായം മദീനയിൽ അവതരിച്ചതാണ്. ഈ അദ്ധ്യായത്തിലെ 3 വാക്യങ്ങളാണ് അടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പലവിധത്തിലുള്ള അനുഗ്രഹങ്ങളും മഹത്വങ്ങളും വാഗ്ദാനം ചെയ്തിരുന്ന കാര്യം ഖുർആൻ മറ്റു ചില സൂറകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സൂറയിൽ അള്ളാഹുവിൻ്റെ സഹായം, മഹത്തായ വിജയം, ജനങ്ങളുടെ കൂട്ടത്തോടെയുള്ള ഇസ്ലാം പ്രവേശം എന്നിവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ വാഗ്ദാനങ്ങൾ പൂർണ്ണമാകുന്നതോടുകൂടി നബിയുടെ ദൗത്യത്തിൻ്റെ പൂർണ്ണത കൈവരികയായി. അതോടുകൂടി നബി ഈ ലോകത്തോട് യാത്ര പറയാനുള്ള സന്ദർഭവും ആഗതമാകുന്നു. അതോ പ്രവാചക തിരുമേനി ഇവിടെ നിർവഹിക്കേണ്ട ദൗത്യം നിർവഹിച്ച് ജീവിതം അവസാനിപ്പിക്കാനുള്ള സമയമാകുന്നു എന്നർത്ഥം. അവ ജീവിതത്തിൻ്റെ പരിസമാപ്തി കുറിക്കാനുള്ള സന്ദർഭം എത്തിച്ചേരുന്നു എന്നർത്ഥം. ഇത് സംബന്ധിയായിട്ട് ഉള്ള ഒരു ഹദീസിൽ വന്നിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മ നസലത്ത് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, സൂറത്തുൻ നസ്ർ അവതരിച്ചപ്പോൾ അലിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖദ് നുഇയത് ഇലൈഹി നഫ്സുഹു, അപ്പോൾ നബിക്ക് മനസ്സിലായി തനിക്ക് ഇഹലോകത്തോട് വിട പറയാൻ നേരമായി എന്ന കാര്യം. ഇത് ഇമാം അഹ്മദ് 3032 നമ്പറായി നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. മറ്റൊരു ഹദീസിൽ ഈ സൂറയും അതുപോലെ നബിയുടെ വിയോഗവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള പരാമർശം അൽ മുഅ്ജമുൽ കബീർ ത്വബറാനി 11719 നമ്പർ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നാണ് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ലമ്മ നസലത്ത് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഈ സൂറ അവതരിച്ചപ്പോൾ ദആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകൾ ഫാത്തിമയെ അരികിൽ വിളിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ഖദ് നുഈതു ഇലയ്യ നഫ്സി ഫബക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്കെൻ്റെ വിയോഗ വാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഫബക്കത്ത്, അപ്പോൾ അവർ കരഞ്ഞു. ഫഖാല ലഹ, അവ നബി അവരോട് പറഞ്ഞു, ലാ തബിക്കി ഫഇന്നക്കി ല അവ്വലു അഹ്ലി ലാഹിക്കുംബി, നീ കരയേണ്ട, നീ ആയിരിക്കും എന്നിലേക്ക് തൊട്ടുപിറകെ ആദ്യമായി എന്നോടൊപ്പം വന്നു ചേരുക, നീ തന്നെയാണ്. ഫലഹിക്കത്ത്, അത് കേട്ടപ്പോൾ അവർ ചിരിച്ചു. ഫറആഹ ബാലു അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത് ലഹ, നബിയുടെ ഭാര്യമാരിൽ ചിലർ ഈ സംഭവം കാണുകയുണ്ടായി. അപ്പോൾ അവർ അത് സംബന്ധിയായിട്ട് അവരോട് ചോദിച്ചു, റായിത്തുക്കി ബക്കൈത്തി വ ലഹിക്തി, നീ കരയുന്നതായും ചിരിക്കുന്നതായും കണ്ടല്ലോ, എന്താണത്? ഖാലത്ത് ഇന്നഹു ഖാലലി ഖദ് നുഈതു ഇലയ്യ നഫ്സി ഫബക്കൈതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മരണത്തെപ്പറ്റി അറിയിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞു. ഫഖാല ലാ തബക്കി ഫൈനക്കി അവ്വലു അഹ്ലി ലാഹിക്കുംബി ഫലഹിക്തു, എന്നാൽ നീ കരയേണ്ട, നീ ആയിരിക്കും എന്നോടൊപ്പം ആദ്യം വന്നു ചേരുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നതായിട്ട് മുഅ്ജമുൽ കബീറിൽ ത്വബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗ വൃത്താന്തം ഈ സൂറയുടെ സന്ദേശത്തിൽ അടങ്ങുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബിയുടെ വിയോഗവും അടുത്തു വന്നതിൻ്റെ സൂചന പറയുന്നതായിട്ട് കാണാം. അത് ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ച 279 റിപ്പോർട്ടാണ്. അതിലിങ്ങനെ കാണാം, അൻ അബി വാക്കിദിൽ ലൈസി കാല, അബു വാക്കിദിൽ ലൈസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പറഞ്ഞു, ഇന്ന അബ്ദൻ
ഖയ്യറഹുല്ലാഹു ബൈന ദുന്യ വബൈനമ ഇന്ദഹു. തീർച്ചയായും ഒരു ദാസൻ്റെ ഇഹലോകമോ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകി. ഫഖ്താറമ ഇന്ദഹു, അപ്പോൾ അദ്ദേഹം തൻ്റെ നാഥൻ്റെ അടുക്കലുള്ള തിരഞ്ഞെടുത്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മരണത്തെപ്പറ്റി നൽകിയിട്ടുള്ള സൂചനകളിൽപ്പെട്ട ഒന്നായിരുന്നു. ഇതുപോലെ തന്നെ ഈ അധ്യായം ഒരു പൂർണ്ണ അധ്യായം എന്നുള്ള നിലക്ക് അവസാനം അവതരിച്ചിട്ടുള്ള അധ്യായമാണ്. അത് സംബന്ധിയായിട്ടും സ്വഹീഹ് മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ വരുന്നുണ്ട്. അതിലിങ്ങനെ കാണാം: നിനക്കറിയുമോ ഖുർആനിൽ ഒരു പൂർണ്ണ സൂറ എന്ന നിലക്ക് അവസാനം അവതരിച്ച സൂറ ഏതാണെന്ന്? ഞാൻ പറഞ്ഞു, അതേ സൂറത്തു നസ്ർ. അത് ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഉത്ബ നിവേദനം ചെയ്യുകയാണ്. കാല ലി ഇബ്നു അബ്ബാസ്. ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഉത്ബ പറയാണ്, ഇബ്നു അബ്ബാസ് എന്നോട് ചോദിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിലാണ് ഈ കാര്യം വന്നിട്ടുള്ളത്. അത് അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്തു. ഇതേപോലെ ഇത് മുസ്ലിം 3024 നമ്പർ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ ഇത് സംബന്ധിയായിട്ടുള്ള ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫത്ഹുൽ ബാരി 8-ാം വാള്യം 714. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: സൂറ ബറാഅത്തിൻ്റെ തഫ്സീറിൽ അവസാനം അവതീർണമായ അധ്യായം അതാണെന്ന് വന്നിരുന്നുവല്ലോ. സൂറത്തു നസ്റാണ് പൂർണ്ണ അധ്യായം എന്ന നിലക്ക് അവസാനമായി അവതരിച്ചതെന്ന് ഈ രണ്ട് അഭിപ്രായങ്ങളും സമന്വയിപ്പിച്ചാൽ സിദ്ധിക്കുന്നതാണ്. സൂറത്തു നസ്ർ നബിയുടെ വിടവാങ്ങൽ ഹജ്ജിൽ ബലിദിനത്തിൽ മിനായിൽ വെച്ചാണ് അവതരിച്ചത്. അതിനുശേഷം അദ്ദേഹം 81 ദിവസമാണ് ജീവിച്ചതെന്ന് വിശദീകരിക്കപ്പെടുന്നു. ഈ കാര്യം ഫത്ഹുൽ ബാരിയിലും വിശദീകരിച്ചിട്ടുണ്ട്. പൂർണ്ണ അധ്യായം എന്ന നിലക്ക് അവസാനം അവതീർണമായിട്ടുള്ളത് സൂറത്തുൽ നസ്റാണ് എന്ന് വ്യക്തമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറയുടെ പദവിശകലനങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ ആദ്യമായി ഇതിൽ വരുന്ന ആയത്ത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ളതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറഞ്ഞാൽ, ഇദാ ജാഅ എന്ന് പറഞ്ഞാൽ ജാഅ പറഞ്ഞാൽ വന്നു എന്നാണ്. ഇദാ ജാഅ വന്നാൽ, ഇദാ ഖാല പറഞ്ഞാൽ, ഇദാ ഖാമ നിന്നാൽ എന്നൊക്കെയാണ് പ്രയോഗം. നസ്റുല്ല അള്ളാഹുവിൻ്റെ സഹായം, വൽ ഫത്ഹ് വിജയവും. ഇതാണ് ഒന്നാമത്തെ വാക്യത്തിൻ്റെ പദവിശകലനങ്ങൾ. അഥവാ അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ എന്നർത്ഥം. അങ്ങനെ വന്നാൽ വറഅയ്ത നിനക്ക് കാണാൻ സാധിക്കും, നീ കാണുകയും ചെയ്താൽ, അന്നാസ ജനങ്ങളെ, ജനസഞ്ചയങ്ങളെ, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നതായിട്ട്, ഫീ ദീനില്ലാഹി ദൈവിക മതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ, അഫ്വാജൻ കൂട്ടത്തോടെ സംഘടിതമായിട്ട് അവർ പ്രവേശിക്കുന്നതായിട്ട് നീ കാണുകയും ചെയ്താൽ, അഥവാ ജനസഞ്ചയങ്ങൾ ദൈവിക മതത്തിലേക്ക് അഥവാ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടത്തോടെ വന്നെത്തുന്നത് നീ കാണുകയും ചെയ്താൽ, ആ സന്ദർഭത്തിൽ നബി പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഫസബ്ബിഹ് അപ്പോൾ നീ കീർത്തനം ചെയ്യുക. സബ്ബഹ സബ്ബിഹ് എന്ന് പറഞ്ഞാൽ നീ കീർത്തനം ചെയ്യുക എന്നുള്ള കൽപ്പന രൂപമാണ്. ബിഹംദി സ്തുതിക്കുന്നതോടെ, റബ്ബിക നിൻ്റെ നാഥനെ, നിൻ്റെ രക്ഷിതാവിന്, വസ്തഗ്ഫിറുഹു എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവനോട് നീ പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു കാന തീർച്ചയായും അവനാകുന്നു തവ്വാബൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാകുന്നു. ഫസബ്ബി ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ തീർച്ചയായും അവനോട് അപ്പോൾ നിൻ്റെ നാഥൻ്റെ സ്തുതികീർത്തനങ്ങൾ നീ വായിക്കുക, അവനോട് പാപമോചന പ്രാർത്ഥന നടത്തുക, തീർച്ചയായും അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഇതാണ് ഈ വാക്യങ്ങളുടെ സാരം. ഇതിൽ ഫത്ഹ്, നസ്ർ എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം അൽ മാവർദി നൽകിയിട്ടുള്ള ചില വിശകലനങ്ങളുണ്ട്. അത് ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ നുഖത്തു വൽ ഉയൂൻ എന്ന തഫ്സീറിൽ അതനുസരിച്ചുകൊണ്ട് വഫിൽ മാന ബിഹാദൻ നസർ ഖൗലാനി, നസർ എന്നുള്ളതിൻ്റെ രണ്ട് സാരങ്ങൾ പറയപ്പെടുന്നു, രണ്ട് വീക്ഷണങ്ങൾ പറയുന്നു. അഹദുഹുമ നസ്റുർ റസൂൽ അല ഖുറൈഷ്, ഖുറൈശികൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകുന്ന സഹായത്തെ കുറിക്കുന്നു. ഖാലഹു തൊബരി പറഞ്ഞിട്ടുള്ള വീക്ഷണമാണിത്. വസാനി രണ്ടാമത്തേത് നസ്റുഹു അലാ കുല്ലി മൻ ഖാതലഹു ബിൻ അദാഹി, തൻ്റെ ശത്രുക്കളിൽ നിന്ന് തനിക്കെതിരിൽ പൊരുതുന്നവർക്ക് എതിരായി അള്ളാഹുവിൻ്റെ സഹായം. അതുപോലെ ഫ ഇന്ന ആക്കിബത്ത നസിരി കാനത്ത് ലഹു, ആ സഹായത്തിൻ്റെ പര്യവസാനം അദ്ദേഹത്തിന് അനുകൂലമായിരിക്കും.
ഈ കാര്യങ്ങളാണ് നസ്ർ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശകലനത്തിൽ വരുന്നത്. ഫതഹ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഫി ഹാദൽ ഫത്ഹി കൗലാൻ, രണ്ട് വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഹദുഹുമായിൽ ഒന്ന് ഫതഹു മക്ക, മക്ക വിജയിക്കുക, മക്ക കീഴടക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വീക്ഷണം. ഈ വീക്ഷണമാണ് കാലഹുൽ ഹസൻ വ മുജാഹിദ്, ഹസനും മുജാഹിദും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അസാനി, രണ്ടാമത്തെ വീക്ഷണം ഫതഹുൽ മദായിൻ വൽ ഖുസൂർ, പട്ടണങ്ങളും കോട്ടകളും അധീനപ്പെടുത്തുക എന്നുള്ളതാണ്. കാലഹു ഇബ്ൻ അബ്ബാസ് വ ഇബ്ൻ ജുബൈർ, ഇബ്ൻ അബ്ബാസും ഇബ്ൻ ജുബൈറും ഈ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വരുന്ന മറ്റൊരു പദമാണ് അഫ്വാജൻ എന്നുള്ളത്. അഫ്വാജൻ എന്നുള്ളതിൻ്റെ അർത്ഥം കൂട്ടം കൂട്ടമായി എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശകലനം മുഖ്താറു സിഹാഹിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: അൽ ഫൗജു അൽ ജമാഅത്തു അൽ ഫൗജു അൽ ജമാഅ മിനന്നാസ്, ഫൗജി എന്നാൽ അൽ ഫൗജി എന്നാൽ ജനസഞ്ചയം എന്നർത്ഥം. വൽ ജമ്മു അഫ്വാജുൻ വ ഫുഊജുൻ ബി വസ്നി ഫുലൂസ്, അഫ്വാജ് എന്നുള്ള അതിൻ്റെ ജമ്മാണ്, ഫുഊജ് എന്നുള്ള മറ്റൊരു ജമ്മാണ്. ഈ ഫുഊജ് എന്നുള്ളത് ഫുലൂസ് എന്ന രീതിയിൽ അതേ രൂപത്തിലുള്ള ഒരു വസ്നിൽ ധാതു രൂപത്തിൽ പ്രയുക്തമായിട്ടുള്ള പദമാണ് ഫൗജ് എന്നുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ഇതിൻ്റെ ഫൗജ് എന്നുള്ളതിൻ്റെ ബഹുവചനമായിട്ട് വരുന്ന വാക്കുകളാണ് അഫ്വാജും ഫൗജും. ഈ സൂറയുടെ ആശയപ്രപഞ്ചത്തിലേക്ക് നമ്മൾ കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം നമ്മളിങ്ങനെ മനസ്സിലൊന്ന് കൊണ്ടുവരുമ്പോൾ, ഇറാഖുവിൽ നിന്ന് ഏകനായി കടന്നു വന്ന പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ അകതാരിൽ ദിവ്യ വെളിച്ചത്തിൻ്റെ തിരിനാളം കത്തിക്കൊണ്ടിരുന്നു. ആൾക്കൂട്ടങ്ങളോ ആയുധങ്ങളോ പിന്തുണയില്ലാത്ത നിസ്സഹായനായ പ്രവാചകനാണ് ആ സന്ദർഭത്തിൽ നമുക്ക് കാണുന്നത്. സ്കൂളുകളോ കലാലയങ്ങളോ ലൈബ്രറികളോ ഇല്ലാത്ത വെറും മരുഭൂമി. ആ മരുഭൂമിയിലാണ് പ്രവാചകൻ തൻ്റെ പ്രവർത്തനം നടത്തുന്നത്. പ്രവാചകൻ അള്ളാഹു തൻ്റെ മനോമുകുരത്തിൽ ഇട്ടുകൊടുത്ത ദിവ്യ വെളിച്ചത്തിൽ നടക്കുകയും ആ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രസരിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഇറാഖുവിൽ നിന്ന് ഏകനായി വന്ന പ്രവാചകൻ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യസന്ധരായ അല്പം ചില പുരുഷന്മാരും സ്ത്രീകളും പ്രഥമഘട്ടത്തിൽ തന്നെ ഈ സത്യത്തെ പുൽകി. ഒട്ടനവധി ആളുകൾ നാനാഭാഗത്തു നിന്നും നിരവധി എതിർപ്പുകളുടെയും ആക്ഷേപങ്ങളുടെയും കുന്തമുന ഉയർത്തി. ഒരു ഭാഗത്തുനിന്ന് കുറച്ച് ആളുകൾ, നല്ലവരായ മനുഷ്യന്മാർ, അത് വിശ്വസിച്ചു. അതേസമയം വളരെ ശക്തമായ രീതിയിലുള്ള എതിർപ്പുകളുമായി എതിരാളികൾ നാനാഭാഗത്തു നിന്നും പ്രവാചകനെതിരെ തിരിഞ്ഞു. പരിഹാസങ്ങൾ, കയ്യേറ്റങ്ങൾ, മർദ്ദനമുറകൾ എന്നിവ അരങ്ങേറ്റം കുറിച്ചു. പ്രവാചകന്റെ നിഷ്കളങ്കരായ ചില അനുചരന്മാർ ക്രൂരമായ പീഡനങ്ങളേറ്റ് പിടഞ്ഞു. 13 വർഷക്കാലത്തെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ നിലനിൽപ്പിനായി സ്വന്തം ജന്മദേശം ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെ പ്രിയപ്പെട്ട മക്കയെ തനിക്ക് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നു ചേർന്നു. അങ്ങകലെ മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെയും താമസിക്കാൻ അനുവദിക്കുകയില്ല എന്ന ശത്രുക്കളുടെ ധാർഷ്ട്യത്തിനെതിരിൽ സ്വന്തം ജീവൻ പണയം വെച്ച് പൊരുതാൻ നിർബന്ധിതനായി. നിരവധി പോർക്കളങ്ങളിൽ മുഖാമുഖം നിന്ന് പൊരുതി. ഇസ്ലാമിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും അറേബ്യൻ മരുഭൂമി പയ്യെ പയ്യെ അംഗീകരിച്ചു തുടങ്ങുന്നത് നാം കാണുകയായി. അഥവാ ആ എതിർപ്പുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ അവിടെയുള്ള ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങുന്ന രംഗം നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ ഈ സൂറ വരുമ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനം വന്നു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ സഹായം വിജയം വന്നുകൊണ്ടിരിക്കുന്നത് കൺകുളിർക്കെ കാണുകയാണ്. ഈ സത്യമതത്തിൻ്റെ സത്യം അംഗീകരിച്ച് ആൾക്കൂട്ടങ്ങൾ ഈ മതത്തിൻ്റെ ശീതളിമയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു ദൃശ്യം രൂപം കൊള്ളുകയാണ്. വെറും 23 വർഷം കൊണ്ട് അനാഗരികമായ ആട്ടിടയന്മാർ, അനാഗരികരായ ആട്ടിടയന്മാർ നാഗരികതയുടെ ചവിട്ടുപടികൾ കയറുന്ന സമൂലമായ പരിവർത്തനത്തിന് വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. ഖുർആൻ അതിൻ്റെ അവതരണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഖുർആൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സമൂഹം രൂപം കൊള്ളുകയാണ്. അഥവാ ഖുർആനിൻ്റെ ആശയങ്ങളുടെ റിഫ്ലക്ഷൻ, അതിൻ്റെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സമൂഹം ഖുർആനിൻ്റെ അവതീർണം പൂർണ്ണമാകുന്നതോടുകൂടി ഉണ്ടായിത്തീരുന്ന അത്ഭുതകരമായ ഒരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. ഇങ്ങനെ ലോകത്ത് ഒരു വിപ്ലവകാരിയുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. വിപ്ലവങ്ങളുടെ പരിസമാപ്തിയിൽ, വിജയത്തിൻ്റെ പരിപൂർത്തിയിൽ അഹന്തയുടെ കൊടുമുടിയേറുന്ന ഭൗതികതയുടെ കണ്ണടകൾ ദൂരെ എറിയുക. ഇവിടെ അതാണ് പറയുന്നത്. വിജയിക്കുമ്പോൾ അഹങ്കാരത്തിലേക്കും അമിത ആഹ്ലാദത്തിലേക്കുമൊക്കെ കടന്നു പോകും. എന്നാൽ ആ ഭൗതികതയുടെ കണ്ണടകൾ ദൂരെ എറിയാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. വിനയത്തിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുക. എല്ലാ വിജയങ്ങളുടെയും കാരണഭൂതനായ സർവ്വരോഗരക്ഷിതാവിനെ സ്തുതിക്കുക, പ്രകീർത്തിക്കുക, അവനോട് പാപങ്ങൾ ഏറ്റുപറയുക. അങ്ങനെ വിനയാന്വിതനാവുക. അങ്ങനെ നിർമ്മലനായി സൃഷ്ടാവിനെ കണ്ടെത്താൻ ഒരുങ്ങുക. ഇതത്രേ ആത്മീയ വിപ്ലവങ്ങളുടെ ആത്മവത്ത. പരീക്ഷണങ്ങളിൽ ക്ഷമ, മർദ്ദനങ്ങൾക്ക് മുമ്പിൽ സഹനം,
വിജയത്തിൻ്റെ സന്ദർഭത്തിൽ വിനയം, പരീക്ഷണങ്ങളെ നേരിട്ട് വിജയത്തിൻ്റെ സോപാനത്തിലെത്തുമ്പോൾ വിനയത്തിൻ്റെ വിഭൂഷയണിയാൻ തയ്യാറാവുക. ഇതാണ് ഈ സൂറ നൽകുന്ന മഹത്തായ സന്ദേശം. അതാ വിജയത്തിൽ അമിതാഹ്ലാദത്തിന് വിധേയരാകാതെയും പരാജയങ്ങളിലും പരീക്ഷണങ്ങളിലും നിരാശരായി പോകാതെ സഹനം കൊണ്ട് അതിനെ നേരിടാനും പഠിപ്പിക്കുന്ന സന്ദേശമാണ് ഇസ്ലാമിൻ്റേത്. ആ സന്ദേശങ്ങളുടെ ഒരു സാരവത്താണ് ഈ സൂറയിൽ അടങ്ങുന്നത്. ഈ സൂറയിൽ അടങ്ങുന്ന ഈ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ സൂറ അൽ ഇസ്രായിലെ 81-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. കുൽ ജാ അൽ ഹഖ് വസഹഖ അൽ ബാത്തിൽ, സത്യം വന്നിരിക്കുന്നു, അസത്യം മറഞ്ഞു പോയിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂക, തീർച്ചയായും അസത്യം മറഞ്ഞു പോകുന്നതാകുന്നു എന്ന് നീ പ്രഖ്യാപിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ സത്യയാഥാർത്ഥ്യമാണ് ജാ അൽ ഹഖു വസഹഖ അൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക എന്നുള്ളത്. അതേപോലെ സൂറ ഫതഹിൽ അള്ളാഹു 1-ാം വാക്യത്തിൽ പറഞ്ഞു, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, തീർച്ചയായും നാം നിനക്ക് പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു എന്ന്. ഇത് മക്ക ഫതഹാണെന്നും അതേപോലെ തന്നെ ഹുദൈബിയ സന്ധിയാണെന്നും പറയുന്നുണ്ട്. രണ്ടായാലും രണ്ടും പരസ്പര പൂരകമാണ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഈ വാക്യത്തിലും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. ഇതോടൊപ്പം ഈ അധ്യായത്തിലടങ്ങുന്ന സൂചനകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു ഹദീസിൻ്റെ സാരം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം എന്നെയും ഉമർ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചിലർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് ഈ കുട്ടിയെ ഞങ്ങളോടൊപ്പം വിളിച്ചേർക്കുന്നത്? ഞങ്ങൾക്ക് ഇവനെ പോലെയുള്ള മക്കളും കൂടിയുണ്ടല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവൻ നിങ്ങൾക്കറിയാവുന്ന ആളാണല്ലോ. അങ്ങനെ ഒരു ദിവസം ഉമർ അവരെയെല്ലാം വിളിച്ചു വരുത്തി, കൂട്ടത്തിൽ എന്നെയും ചേർത്തു. അന്ന് എന്നെ അവരുടെ കൂട്ടത്തിൽ ക്ഷണിച്ചത് അവർക്ക് എൻ്റെ പ്രാധാന്യം, എൻ്റെ പ്രസക്തി മനസ്സിലാക്കി കൊടുക്കാനായിരുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് അള്ളാഹു പറഞ്ഞതിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ആ സദസ്സിനോടായിട്ട് അദ്ദേഹം ചോദിച്ചു. അവർ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ നാം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് പാമോചനം തേടുകയും ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. അത് അതിൻ്റെ നേർക്കുനേരെയുള്ള ഒരു സാരമാണ് അവർ പറഞ്ഞത്. വേറെ ചിലർ ഒന്നും പറയാതെ മൗനം അവലംബിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട്, അഥവാ ഇബ്നു അബ്ബാസിനോ ആയ എന്നോട് ചോദിച്ചു, നീയും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് ചോദിച്ചു. അല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നീ എന്ത് പറയുന്നു? അപ്പോൾ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ആയുഷ് കാലാവധി അറിയിച്ചു കൊടുത്തതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുഷ് കാലാവധി അറിയിച്ചു കൊടുക്കുകയാണ് ഈ വാക്യത്തിലുള്ളത് എന്ന് പറഞ്ഞു. അതായത് അള്ളാഹുവിൻ്റെ സഹായം വിജയം വന്നാൽ അത് നിൻ്റെ അവധിയുടെ അടയാളമാണ് എന്നാണ് ഈ സൂറയിൽ അടങ്ങുന്ന സൂചകം എന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് നടത്തുകയും അവനോട് പാമോചനം തേടുകയും ചെയ്തു കൊള്ളുക. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പറയുന്നതല്ലാതെ അതിൽ നിന്ന് ഞാനും മനസ്സിലാക്കുന്നില്ല. ബുഖാരി 3956 നമ്പറായിട്ട് നിവേദനം ചെയ്ത ഹദീസിൻ്റെ സാരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് ഈ സൂറയിൽ ഇങ്ങനെ ഒരു സൂചന അടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യവും അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഖുർആനിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് കടന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അതിൻ്റെ സൂചനകൾ മനസ്സിലാക്കിയിരുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക പ്രാധാന്യവും ഈ ഹദീസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം നബി ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയെപ്പറ്റി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, അന്നഹ ഖാലത്ത്, അവർ പറയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിർ അൻ യഖൂല ഫീ റുകൂഇഹി വസുജൂദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റുകൂയിലും സുജൂദിലും താഴെ പറയുന്ന പ്രാർത്ഥന കൂടുതലായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, അഥവാ ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിനക്ക് ഞാൻ സ്തുതി കീർത്തനം ചെയ്യുന്നു. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരയണമേ. ഇത് ഈ പ്രാർത്ഥന ഈ സൂറയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് യതഅവ്വലുൽ ഖുർആൻ, അത് ഖുർആനിലെ സൂറത്തുൻ നസ്റിൻ്റെ വ്യാഖ്യാനം എന്ന നിലക്കാണ് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. ബുഖാരി 796 നമ്പറായി വന്നിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ പ്രാർത്ഥന അതിൻ്റെ പ്രാധാന്യം കൂടി വ്യക്തമാക്കുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇതിൽ നിന്ന് ഈ സൂറ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിപ്ലവകരമായ സമര ചരിത്രത്തിൽ അതിൻ്റെ പിന്നാലെ വന്നിട്ടുള്ള വമ്പിച്ച വിജയത്തെപ്പറ്റിയും ആ വിജയത്തോടുകൂടി പ്രവാചകൻ തൻ്റെ ദൗത്യം പൂർണ്ണമാക്കിയതിനെപ്പറ്റിയും അതോടുകൂടി പ്രവാചകൻ ലോകത്തോട് വിയോഗം കുറിക്കുന്നതിനെപ്പറ്റിയുമുള്ള സന്ദേശങ്ങൾ അടങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ വിജയത്തിൽ അമിതാഹ്ലാദം കൈകൊള്ളാതെ വിനയാന്വിതരായി അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, പാപമോചനം തേടുന്നവരായി കുടികൊള്ളണമെന്നും പരാജയങ്ങളിലും പ്രയാസങ്ങളിലും സഹനം ക്ഷമയും കൈകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതുമായ സന്ദേശങ്ങളുടെ എല്ലാം
കാര്യങ്ങൾ ഈ സൂറ നമ്മുടെ വകവെക്കുന്നു. ഈ സൂറയുടെ ആശയങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ നാം സന്നദ്ധരാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.